പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കും മക്കളെ, യേശുവേ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ യേശുവേ, ഒരു നാളും എന്നെ തള്ളിക്കളയാത്ത എന്റെ യേശുവേ, ഒരിക്കൽ കൂടി ഒരുമിച്ച് പാടുന്നു. എനിക്കു വേണം നിന്നെ, നീരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം. ദിവ്യകാരുണ്യീശോയെ നോക്കുക. ദിവ്യകാരുണ്യീശോ എൻ്റെ സങ്കടത്തിന് ഉത്തരമാണ്. ദിവ്യകാരുണ്യ യേശു എൻ്റെ കണ്ണുനീരിന് ഉത്തരമാണ്. ജീവിതം തന്നെ തകർന്നു പോയി, ആർക്കും നേരെയാക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ ജീവിതം തകർക്കപ്പെട്ടു എന്ന് നിന്റെ ഉള്ളിൽ പിശാച് ആവർത്തിച്ചു പറഞ്ഞാലും യേശുവിലേക്ക് ധൂർത്തപുത്രൻ്റെതുപോലെ നീ തിരിയുകയാണ് എങ്കിൽ നിന്റെ ജീവിതത്തെ പടുത്തുയർത്താൻ കഴിവുള്ളവനാണ് നീ വിശ്വസിക്കുന്ന നിന്റെ യേശു. ഉള്ളിൽ പറയുക, യേശുവേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു, യേശുവേ ഞാനങ്ങയെ ആരാധിക്കുന്നു, യേശുവേ ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. യേശുവേ, നിന്റെ മുൻപിൽ ഈ സമയം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ അടിയറവ് വയ്ക്കുകയാണ്. കഴിഞ്ഞ ജീവിതത്തിൽ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പുറകെ ഞാൻ പോയി കർത്താവേ. ഒരു വേളയിൽ യേശുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് ലോകം എന്നെ മാടി വിളിച്ചപ്പോൾ പിശാചിൻ്റെ കുതന്ത്രത്തിൽപ്പെട്ട് ലോകത്തിൻ്റെ പുറകെ പോയി, സുഖത്തിൻ്റെ പുറകെ പോയി. ദൈവമേ, ഇന്നെനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വലിയൊരു പാപിയാണ്. എൻ്റെ യേശു പോലും എന്നെ സ്വീകരിക്കുകയില്ല. ഞാൻ അത്രമാത്രം ദൈവസന്നിധിയിൽ
വ്യാപരിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് കർത്താവേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് യേശുവിൻ്റെ കരുണ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി കർത്താവേ, നിന്നിലേക്ക് തിരിച്ചു വരുവാൻ എൻ്റെ മേൽ കരുണ വർഷിക്കണമേ. കരുണാമയ കനിയേണമേ. അപ്പാ കരുണ തോന്നണമേ അപ്പാ. എന്റെ മേലെ കരുണ തോന്നണമേ അപ്പാ. എന്റെ ജീവിത പങ്കാളിയുടെ മേലെ കരുണ തോന്നണമേ അപ്പാ. മക്കളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് സ്വർഗത്തിന്റെ കരുണ വർഷിക്കപ്പെടേണ്ടത്? ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കരുണയാൽ സമ്പന്നമാകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഞാൻ പെർമിറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ ആദ്യ സ്റ്റെപ്പ് ഞാൻ വെക്കാത്തിടത്തോളം കാലം, അതായത് നമ്മൾ ചുങ്കക്കാരൻ്റെ അതുപോലെ തന്നെ സക്കേവൂസിൻ്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ ആഗ്രഹിച്ചു, യേശുവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് ആ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വരും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച് നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ കരുണ ആഗ്രഹിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ 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 നമ്മൾ തുടർന്ന് 69-ാം സങ്കീർത്തനം, സങ്കീർത്തകന്റെ ദീനരോധനമാണ്. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച്, അതായത് ദാവീദ് രാജാവ് മുന്നോട്ട് പോകാൻ ഇനി വഴിയില്ല, അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദാവീദ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളൊക്കെ പല വിധത്തിൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് ഒരു കുറവുമില്ല സഹോദരങ്ങളെ. പക്ഷെ നമുക്കറിയാം നമ്മുടെ അവസ്ഥ എത്രമാത്രമാണ് ദയനീയമാണെന്ന് നമുക്കറിയാം. ആദ്യ ഭാഗം ഗായക സംഘത്തിൻ്റെ ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ രീതി അച്ഛൻ ചൊല്ലിത്തരാം. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. ഒരുമിച്ച്. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. ഈ ഭാഗമാണ് ദൈവമക്കള് ഗായക സംഘത്തിൻ്റെ ഒപ്പം ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത്. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു,
ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. ദൈവമേ രക്ഷിക്കണമേ, വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എന്റെ തലമുടിയിടകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തതു തിരിച്ചു കൊടുക്കാനാവുമോ? ദൈവമേ രക്ഷിക്കണമേ, വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, സാധിക്കുന്നവർ മുട്ടിന്മേൽ നിൽക്കുക. നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. കർത്താവിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.